പൊതുവെ അലസരാണ് മലയാളികൾ എന്നാണ് പറയാറുള്ളത്. ഏത് കാര്യമെടുത്താലും ആ അലസത അതിൽ പ്രതിഫലിച്ചു കാണുകയും ചെയ്യും. ഇവിടെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർ ഒട്ടും പിന്നിലല്ല. പക്ഷേ ഉടൻ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ മാർക്കറ്റുകളിൽ നിന്നും ക്രീമുകളും മറ്റും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമോ ചർമ്മത്തെ അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ്. ചർമ്മത്തിന് അനുയോജ്യമായ ക്രീമുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കും. വിദഗ്ധരായ സ്കിൻ ഡോക്ടറെയോ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യനെയോ സമീപിച്ച് അവരുടെ നിർദ്ദേശമനുസരിച്ച് വേണം ക്രീമുകൾ ഉപയോഗിക്കാൻ. ഇന്ന് ബ്യൂട്ടി ടിപ്സിൽ ബ്യൂട്ടീഷ്യനായ അനില ജോസഫ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ബ്യൂട്ടി ടിപ്സിൽ ഞാൻ എങ്ങനെ സ്കിൻ കെയർ ചെയ്യണം അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഈ പ്രാവശ്യം പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് സ്ക്രബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്രബ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഈ പ്രാവശ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സ്ക്രബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് പലതരം സ്ക്രബ് കടയിൽ മേടിക്കട്ടെ. ആപ്രിക്കോട്ട് സ്ക്രബ്, ഹണിയുടെ സ്ക്രബ്, ഫ്രൂട്ട് സ്ക്രബ്, അങ്ങനെ സ്ട്രോബെറിയുടെ, അങ്ങനെ പലതരം സ്ക്രബുകൾ മേടിക്കാൻ കിട്ടും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ, പിന്നെ അതുപോലെ തന്നെ ഹോം മെയ്ഡ് സ്ക്രബ് പലതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹോം മെയ്ഡ് സ്ക്രബിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചിലർക്കിപ്പോൾ നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് ഇപ്പോൾ ഏത് സ്ക്രബാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ അത് പറ്റുമോ ഇല്ലയോ. ചിലർക്ക് ചില സ്ക്രബൊക്കെ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ചെറുതായിട്ടൊരു ഓയിൽ, ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ നമ്മുടെ മുഖത്ത് ലൈറ്റായിട്ടൊന്ന് തേക്കണം. അതായത് കുരുവുള്ളവരല്ല, പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവർ. അത് പെട്ടെന്ന് നമ്മുടെ സ്കിൻ വല്ലാതെ പീൽ ചെയ്യാനും പെട്ടെന്ന് ഡ്രൈ ചെയ്യാനും ഒരിതുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ആൽമണ്ട് ഓയിൽ മുഖത്ത് തേച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഈ സ്ക്രബ് നമ്മുടെ മുഖം നനയ്ക്കണം. നനച്ചിട്ട് സ്ക്രബ് ഇട്ടിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് നനവ് വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മൾ പെട്ടെന്ന് വലിച്ചു പറിച്ചാൽ സ്കിൻ വല്ലാതെ പീൽ ചെയ്ത് വല്ലാതെ വരും, പെട്ടെന്ന് മുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ക്രബ് നമ്മൾ വളരെ ഉപയോഗിക്കുമ്പം നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് സ്കിന്നൊന്നും പോരാത്ത രീതിയിൽ പതുക്കെ അത് വെള്ളം കൊണ്ട് നനച്ച് പിന്നെ വേറെ ഇപ്പം ഭയങ്കര ഒരു ഓയിലി സ്കിന്നാണ്, മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ് ചെറുതായിട്ട് മുഖത്തൊന്ന് തേച്ച് വെക്കുക. തേച്ച് വെച്ചിട്ട് ഇതൊക്കെ ചില ടിപ്സാണ്. തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കുക. ഇച്ചിരി എന്താണ് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും വല്ല ഒരു തുള്ളി യൂക്കാലിപ്റ്റസോ അങ്ങനെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതായത് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, ഇതൊക്കെ വളരെ നല്ലതാണ്. ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ പേരക്കയുടെ ഈ ഇളം ഇല, ഇതൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം, തുളസി ഇല, ഈ 2-3 ഇലകളൊക്കെ പറിച്ചിട്ടൊന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മുഖത്തിനൊരു ആവി വരുമ്പോൾ നമുക്ക് ആ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് ഈ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക്. എന്നിട്ടൊന്ന് ആവി പിടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഈ സ്ക്രബ് നമ്മുടെ മുഖത്ത് നമ്മൾ തേച്ച് വെച്ചിരിക്കുക. എന്നിട്ട് വളരെ ചെറുതായിട്ട് വളരെ സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഒരു ഇതിൽ നമ്മൾ പതുക്കെ തേച്ച് എടുക്കുകയാണെങ്കിൽ ആ സ്കിന്നിൻ്റെ ഓയിൽനെസ് ഒക്കെ കുറയാനും സ്കിൻ നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും ഇത് കഴിയുമ്പോഴത്തേക്കും. സ്ക്രബ് പലതരത്തിൽ നമുക്ക് അതുപോലെ വീട്ടിലാണെങ്കിലും സ്ക്രബ് ഉണ്ടാക്കാം. ഇപ്പോൾ മൂക്കിൻ്റെ ചുറ്റും ചിലവർക്ക് നിറച്ച് ബ്ലാക്കറ്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയ്ക്കകത്ത് ഇച്ചിരി ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് മൂക്കിൻ്റെ പുറത്ത് ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ വിശ്വസിക്കത്തില്ല, നല്ല ഷൈനിങ്, നമ്മുടെ മൂക്കൊക്കെ നല്ല ബൾബ് പോലെ തിളങ്ങിയിരിക്കും. അത് ഭയങ്കര അതൊക്കെ ഒരു പ്രത്യേകതരം ടിപ്സാണ്. പിന്നെ വേറെ ഒരു സ്ക്രബ് നമുക്കുണ്ടാകുന്ന ഓറഞ്ചിൻ്റെ, നമ്മളിപ്പോൾ ധാരാളം ഓറഞ്ച് കഴിക്കാറുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി നമുക്ക്, അതുപോലെ ഓറഞ്ച് ജ്യൂസ്, അത് മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. വേറെ ഒരു രീതിയിൽ നമ്മൾ സ്ക്രബ് ഇടുമ്പം ഓറഞ്ച് ജ്യൂസ് നല്ലതായിട്ട് മുഖത്ത് പുരട്ടണം. മുഖത്ത് പുരട്ടി കഴിഞ്ഞിട്ട് വെറുതെ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇങ്ങനെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഈ തൊലി നമ്മൾ ഉണക്കിയെടുക്കണം. എടുത്തിട്ട് അത് ഒന്ന് ഉണക്കിയിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തൊരു ശകലം പാല് കൂടെ ഒഴിച്ചിട്ട് അതും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മുഖത്ത് തേച്ച് ഇങ്ങനെ സ്ക്രബ് പോലെ യൂസ് ചെയ്താൽ അത് ഭയങ്കര നല്ലൊരു സ്ക്രബാണ്. അത് നമുക്കൊന്നും പേടിക്കണം. നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയും ചെറുനാരങ്ങ നീരും കൂടെ ഉള്ള സ്ക്രബും അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സ്ക്രബും ഒക്കെ വളരെ ഇഫക്റ്റീവാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സ്ക്രബാണ്. ഇനി ഈ സ്ക്രബ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ പോസ് എല്ലാം ഇങ്ങനെ തുറന്നൊക്കെ ഇരിക്കും. അതായത് അത് നല്ലപോലെ റബ്ബ് ചെയ്ത് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഇതായിട്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്കിന്നിനൊരു പിന്നെ നമ്മളൊരു പാക്കൊക്കെ ഇടണം സ്കിന്നിൽ. ചുമ്മാ വെറുതെ സ്ക്രബ് ഇട്ടിട്ട് അങ്ങനെ വിടുകയല്ല ചെയ്യേണ്ടത്. സ്ക്രബ് ഇട്ട് നല്ലപോലെ സ്കിൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പലതരം പാക്കുകൾ, ഇപ്പോൾ ഓരോ ടൈപ്പ് സ്കിന്നിന് ഓരോ തരം പാക്കുകളുള്ളത്, അങ്ങനെ പലതരം പാക്കുകൾ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതായത് ഇപ്പോൾ ഓയിലി സ്കിന്നിന് ഒരു തരം പാക്ക്, നമ്മുടെ ഡ്രൈ സ്കിന്നിന് ഒരു പാക്ക്, അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്നിന് ഒരു പാക്ക്, അതുപോലെ ചെറിയ പിള്ളേർക്ക് ആ ഒരു പാക്ക്, അങ്ങനെ പലതരം പാക്കുകളുണ്ട്. ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ പാക്ക് ഇടണം. അപ്പോൾ അടുത്ത പ്രാവശ്യം
ഏതൊക്കെ പാക്ക് ഏതൊക്കെ സ്കിൻ കെയർ കിട്ടണം എന്നുള്ളതാണ് അടുത്ത പ്രാവശ്യം പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.